ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ ചെറിയവർക്കും അതുപോലെ തന്നെ വയസ്സായവർക്കൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നര വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ നരയ്ക്കൊരു പ്രതിവിധിയായിട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഹെയർ ഡൈ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹെയർ ഓയിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഓയിൽ. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്കത് റിസൾട്ട് കിട്ടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന പോലെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിലെടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഒരുപാട് നാളത്തേക്ക് റെഡിയാക്കി വെക്കേണ്ട. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഞാൻ അരക്കപ്പോളം ഓയിൽ എടുക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നീലയാമരിപ്പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ നീലയാമരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെല്ലിക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ നീലയാമരിയൊക്കെ എടുക്കുമ്പോൾ നല്ല കമ്പനിയുടെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എക്സ്പയറി ഡേറ്റ് ഒന്നും ആയതൊന്നും എടുക്കാതിരിക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണയിലേക്ക് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുന്നെയാണ് തേക്കേണ്ടത്. ഇത് തീർന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെ മാത്രം ചെയ്താൽ പോരാ. ഇത് നല്ലതുപോലെ ഞാൻ പറയുന്നത് പോലെ കറക്റ്റായിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ലതുപോലെ കറുത്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് ഈ എണ്ണയൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ. ഡയറക്റ്റായിട്ട് നമ്മൾ തീയിൽ വെച്ച് ചൂടാക്കരുത്. നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണം ചൂടാക്കാനായിട്ട്. ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ച് നല്ലതുപോലെ ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട്. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ പാത്രം ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഇതുപോലെ ചൂടാക്കി എടുക്കുക കേട്ടോ. നല്ലപോലെ ചൂടാക്കി എടുക്കണം. നമ്മൾ ഡയറക്റ്റ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കരുത്. ഇതുപോലെ തന്നെ ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ബബിൾസൊക്കെ പൊട്ടി നമ്മുടെ എണ്ണയിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെച്ചതിന് ശേഷം തെറിക്കാത്ത രീതിയിൽ നമ്മളിത് നല്ലപോലെ ചൂടാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. ജലദോഷമോ അതുപോലെ നീർക്കെട്ടൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഈ നെല്ലിക്കപ്പൊടിയൊക്കെ തണുപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാൻ പറയണത്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിങ്ങനെ നല്ലതുപോലെ ചൂടാക്കി എടുക്കുക കേട്ടോ. നല്ലതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ നല്ല കമ്പനിയുടെ നീലയാമരിപ്പൊടിയും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയൊക്കെ യൂസ് ചെയ്യണം. എക്സ്പയറി ആയതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. എന്നാൽ മാത്രമേ കേട്ടോ നമുക്ക് ആ കറുപ്പ് കളർ കിട്ടുള്ളൂ. നമുക്ക് ഈ എണ്ണ ഇരിക്കുന്തോറും നല്ല കറുപ്പ് കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുപ്പിയിലേക്ക് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതി. ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് നല്ല എണ്ണയ്ക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെച്ചേക്കും കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഒരു ദിവസമൊക്കെ ഒഴിച്ച് വെച്ചേക്കും. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് നല്ല കറുപ്പ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാൻ മൂടി വെക്കാറാണ് ചെയ്യുക. മൂടി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ കുപ്പിയിലേക്ക് മാറ്റുന്നത്. പിന്നെ അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. കുളിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം വേണം കേട്ടോ കുളിക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഷാമ്പു യൂസ് ചെയ്ത് കഴിയുമ്പോൾ